ഹലോ ട്രേഡേഴ്സ്, ഡെയിലി ട്രേഡേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നിഫ്റ്റി നല്ലൊരു മൂവ്മെൻ്റുള്ള ദിവസമായിരുന്നു. 300+ പോയിന്റ്സിന് മൂവ്മെൻ്റായിരുന്നു നിഫ്റ്റിക്ക് ഉണ്ടായിരുന്നു. നമുക്ക് മോർണിംഗിൽ നല്ല ട്രേഡുകൾ വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് എടുക്കാനുള്ള മെത്തേഡുകളും മോർണിംഗ് ഉണ്ടായിരുന്നു. ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാനും മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കുക. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹോൾഡ് ചെയ്യുന്ന ടൈം 10 മിനിറ്റാണ്. ഇപ്പം ഞാനൊരു ട്രേഡ് ആക്ടിവേറ്റ് ആയി എന്ന് പറഞ്ഞ് അടുത്ത ക്യാനിലോട്ട് നമുക്ക് 10 മിനിറ്റ് 10 ക്യാനിലെണ്ണ. ഈ 10 ക്യാനിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് 10 പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ, 10-15 പോയിന്റ് പ്രോഫിറ്റ് വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ SL അടിച്ചിട്ടില്ലെങ്കിൽ, 10 പോയിന്റാണ് നമ്മൾ SL ഇടുക. എല്ലാം 10ലാണ് കളി. അപ്പോൾ ആ 10 മിനിറ്റിൽ ഈ 10 പോയിന്റ് SL അടിച്ചിട്ടില്ല, നമുക്കൊരു 10-15 പോയിന്റ് പ്രോഫിറ്റും വന്നിട്ടില്ല. അങ്ങനത്തെ സെഗ്മെൻറ്റിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രേഡ് എക്സിറ്റ് അടിക്കുക. എല്ലാവരും ക്ലിയർ ആയിട്ട് കേൾക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് പോവുക എല്ലാ ട്രേഡും ഉണ്ടാവും. ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിച്ചും ഇതിൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ വലിയ ലോസുകൾ ഉണ്ടാവില്ല. നിങ്ങൾ കുറേ നേരം ഹോൾഡ് ചെയ്യില്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞ മേഖലയിൽ നിങ്ങൾക്കൊരു പുതിയൊരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ പ്രോഫിറ്റ് വരികയാണെങ്കിൽ മാത്രം ഹോൾഡിങ്, മനസ്സിലായില്ലേ? ബാക്കി ഫുൾ ടാർഗറ്റ് വേണ്ടി ഹോൾഡ് ചെയ്യുക. 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫിഗറുകൾ കിട്ടിയില്ല എന്ന് വയ്ക്കും. 10 പോയിന്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ SL അടിച്ചിട്ടില്ല. അങ്ങനത്തെ സിനാരിയോസിലൊക്കെ നിങ്ങൾക്ക് എക്സിറ്റ് അടിച്ച് പോവാം. പ്രോഫിറ്റിൽ നിൽക്കണ നേരത്ത് പോസിറ്റീവ് വെച്ചിടാം. SLലാണ് നിങ്ങൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി പോവാം, അതായത് എക്സിറ്റ് അടിച്ച് പോവാം. അപ്പോൾ നിങ്ങൾക്ക് 10 പോയിന്റ് SL കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ 2 പോയിന്റ് 3 പോയിൻ്റൊക്കെ ആവും SL വരുന്നുണ്ടാവുക. ആ SL മാത്രം കൊടുത്താൽ മതി, 10 പോയിന്റ് കൊടുക്കുന്നൊരു നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവരും നിങ്ങൾ മാക്സിമം ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അപ്ഡേറ്റ് അല്ല, എല്ലാ ദിവസവും പറയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ഒന്നുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് കിട്ടുമെന്ന് മാത്രം. നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്ത് പോകേണ്ടത്. പ്രോഫിറ്റ് അത്യാവശ്യം നല്ല രീതിക്ക് വേണ്ടി മാത്രമാണ് ഹോൾഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. കുറേ ആൾക്കാർ ഒരു ദിവസം 2 ദിവസം ഹോൾഡിങ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് അറിയാത്ത കാരണമാണ്. നിങ്ങൾ ഡീൽ ചെയ്യണത് വൺ ഓഫ് ദ ബിഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ്സിൽ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്ഷൻസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യണത്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 മാർക്കറ്റാണ്. ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള മാർക്കറ്റാണ്. നിങ്ങൾ വിചാരിക്കണ മാതിരി ഈസി ആയിട്ടുള്ളൊരു മാർക്കറ്റല്ല ഇന്ത്യൻ മാർക്കറ്റ്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണമാണ് പല ആൾക്കാരും ഫോറക്സിലേക്ക് പോണത്. നിങ്ങൾ ഇവിടെ സക്സസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് സെഗ്മെൻറ്റിലും ട്രേഡ് എടുക്കുക. അത് നിങ്ങൾ അതിൻ്റെ ഒരു കാലിബർ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാരണമാണ് ഇത്രയോളം ഈസി, ഇത്രയോളം പ്രോഫിറ്റ് എന്നുള്ള രീതിക്ക് ഫോറക്സ് ക്രിപ്റ്റോയിലേക്കൊക്കെ ഇറങ്ങണത്. ഞാൻ ക്രിപ്റ്റോയും ഫോറക്സും ചെയ്യുന്ന പറയണില്ല, നമ്മളും കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ബേസ്മെൻറ്റ് ഉണ്ടാക്കി എടുക്കേണ്ടത് ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇന്ത്യൻ മാർക്കറ്റാണ് ഏറ്റവും വലിയ നിങ്ങളുടെ ആ പുസ്തകം, മനസ്സിലായില്ലേ? നിങ്ങളവിടെ ചെയ്ത് പഠിച്ച് തെളിഞ്ഞാലാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളടത്ത് പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ റൂളൊന്ന് അത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഈ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുന്ന സെറ്റപ്പിക്ക് മാത്രം നിങ്ങൾ വന്നാൽ മതി. വേറെ ഒന്നും എൻ്റെ ഒപ്പം നിങ്ങൾ ചെയ്യണ്ട. ഞാൻ പറഞ്ഞ പ്രൈസിൽ മേടിച്ച് വിറ്റോ, പക്ഷെ 10 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്ക്. മിനിമം ഒരു 2 മാസം നിങ്ങൾ ചെയ്ത് ടൈമുണ്ട്. 2 മാസം ഇങ്ങനെ നിങ്ങൾ ചെയ്യണം കറക്റ്റായിട്ടാണ്. എന്നാലാണ് നിങ്ങൾ ഈ സെറ്റപ്പിലേക്ക് വരാൻ പറ്റുള്ളൂ. ഒരു പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം നിങ്ങൾക്ക് അവിടെ കിട്ടും. പുതിയൊരു പ്രോഫിറ്റ് ഗെയിനിങ് മെത്തേഡ് നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത്തിരി ഈസിയായിട്ട് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ബാക്കി നമുക്ക് അനാലിസിസ് വീഡിയോസിലേക്ക് പോകാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂർ നീണ്ടുക്കുന്ന ക്ലാസ്സാണ്. അത് റെക്കോർഡഡ് ആണ്. ആ വീഡിയോയുടെ ഫുൾ ഫയലും ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ട്രേഡറിന് കമൻറ്റ് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, അത്ര കേട്ടോ. എന്നിട്ട് എൻ്റെ ഡീമിൽ ഒന്ന് ചോദിച്ചാൽ മതി. വാട്സപ്പിലല്ല കേട്ടോ, ചിലർ വാട്സപ്പിലൊന്ന് ചോദിക്കുന്നുണ്ട്, ടെലിഗ്രാമിലൊന്ന് ചോദിക്കുക. അതാണ് എനിക്ക് ഇത്തിരി കംഫർട്ടബിൾ, കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാൻ, മനസ്സിലായാലും. അപ്പോൾ നമുക്ക് ഇത്രയും സ്ട്രൈക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ കുറേ പ്രോഫിറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു പോകാട്ടോ, ലെങ്ത് ആക്കണ്ട. ഈ ട്രേഡ് എടുത്ത ഒരാളുണ്ടായിരുന്നു. നിങ്ങൾ മിസ്റ്റേക്ക് പിന്നെയും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 24,750 PE ആണ് കാണാൻ പറ്റും ഇവിടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ ആ ഒരു ഇൻഡെക്സിനെ കാണാൻ പറ്റും ഏത് ഓപ്ഷനാണെന്ന്. അപ്പോൾ ഇവിടെ ഒരാൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു, SL വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആരെയും കുറ്റം പറയണമെന്നല്ല, നമുക്കറിയാത്തതിൻ്റെ പ്രശ്നമാണ്. ഞാൻ 126-60 പറഞ്ഞ പ്രൈസ് തരുന്ന നേരത്ത് നമുക്ക് കണ്ടീഷൻ ആക്ടിവേറ്റ് ആവണം. അത് കണ്ടീഷൻ മനസ്സിലാക്കിയിട്ട് ട്രേഡ് എടുക്കുക. ഇവിടെ ക്യാൻഡിൽ അടിയിലേക്ക് പോയി തിരിച്ച് കയറണം. ഇവിടെ റിജക്ഷനാണ്, റെഡ് ക്യാൻഡിൽ. വിക്കാണ് മുകളിലുള്ളത്, എടുക്കാൻ പറ്റില്ല. റെഡിൻ്റെ ബോഡി അടിയിലാണ് ക്ലോസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റില്ല അവിടെ. പിന്നെ ക്യാൻഡിൽ അടിയിലേക്ക് വന്നു
തിരിച്ച് കയറി പയ്യേസ് ഇവിടെ ക്ലോസ് ചെയ്തു. ചാടി കയറാൻ പറ്റില്ല. നമുക്ക് റെഡ് ക്യാനിൽ നോക്കണം. റെഡ് ക്യാനിൽ അവിടെ നോക്കുക നിങ്ങൾ. റെഡ് ക്യാനിൻ്റെ ബോഡി അടിയിലാണ് ക്ലോസ് ചെയ്തേക്കണം. അപ്പോൾ അവിടെ ട്രേഡ് ഇല്ല എന്നുള്ള കൺസെപ്റ്റ് അവിടുത്തെ. പിന്നെ നിങ്ങൾ അടിയിലേക്ക് നോക്കി ഇത്രയും അടിയെ പോയി നമുക്ക് എസ് പോകും. ഇതിലെങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻഡിൽസ് ഇവിടെ എത്തി തിരിച്ച് കയറണം. ഇവിടെ ഒരു റെഡ് ക്യാനിൻ്റെ ബോഡി ക്ലോസ് മുകളിൽ കിട്ടി കഴിഞ്ഞ് മുകളിലേക്ക് എടുക്കുക. അപ്പോഴാണ് കാര്യങ്ങൾ മുകളിലേക്ക് പോവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് റോങ് എൻട്രി എടുത്ത ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത്, വേറെ ആൾക്കാരുണ്ടോ എനിക്കറിയില്ല, ഒരാൾ അങ്ങനെ എടുത്തിട്ട് ലോസ് വന്നിട്ടുണ്ട്. 10 പോയിന്റ് തന്നെ ലോസ് ഉള്ളൂ. ഇടുന്ന എസ് എല്ലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന എൻട്രി ശ്രദ്ധിക്കുക. നമുക്ക് പിന്നെ ഉണ്ടായിരുന്ന 24,800C ആണ്. 24,800C സിമ്പിളാണ്. രാവിലെ 8:30 കൊടുത്ത ലെവലാണത്. ഫസ്റ്റ് ലെവൽ നമുക്കൊരു ലിമിറ്റിലാണ് എൻട്രി. നിങ്ങൾ ഈ എൻട്രി ആണെങ്കിൽ ഒന്ന് നോക്കിക്കോ. നമുക്ക് ഫസ്റ്റ് ബൈയേഴ്സ് ക്ലോസ് ചെയ്തു. നമ്മുടെ കണ്ടീഷനോട് ആക്ടിവേറ്റ് ആയി. അതായത് 201 പ്രൈസ് ആവുന്നത്. അതിൽ ബൈയേഴ്സ് ക്ലോസ് ചെയ്തു. പിന്നെ സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ആക്കി. സെല്ലേഴ്സ് റിജക്റ്റ് ആക്കിയത് 216 അപ്പോൾ 15 പോയിന്റ് വ്യത്യാസമുണ്ട്. എടുക്കാൻ പറ്റില്ല. അതിനെന്താ കാരണം? നിങ്ങളിവിടെ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് ലിമിറ്റിക്ക് വരില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഇല്ല. അത് ലിമിറ്റിക്ക് വന്ന് മാക്സിമം വന്നിട്ട് പോവും. അല്ലെങ്കിൽ ഈ ഭാഗത്തെങ്കിലും വന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ മാക്സിമം ഈ ഭാഗത്ത് എടുക്കാൻ പറ്റുള്ളൂ. ഈ റെഡ് ക്യാനിൽ വന്നിട്ടില്ലേ ഈ ഭാഗത്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എൻട്രി എടുക്കുക. അത് പെർഫെക്റ്റ് എൻട്രി ആണ്. അവിടെ എൻട്രി പെർഫെക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അസല് അടിക്കില്ല എന്നൊക്കെ മാർക്കറ്റ് തീരുമാനിക്കും. അത്രേ ഉള്ളൂ കാര്യം. ഇവിടെ നമ്മൾ എടുത്ത് 10 പോയിന്റ് മിനിമം കിട്ടിയിട്ടില്ല. ഒരു ക്യാനിലാണ്, ഗ്രീൻ ക്യാനിലാണ് കയറിയിരിക്കുന്നത്. അവിടെ നമുക്ക് പ്രതീക്ഷകളാണ് വരിക. ബേസിക്കലി ഒരു ഗ്രീൻ നമുക്കിവിടെ ഇത്രയും സ്വൈപ്പിംഗ് വരെ വന്നിട്ടില്ല. കറക്റ്റ് ലിമിറ്റ് എടുത്തിറക്കുക. സ്വൈപ്പിംഗ് പോലും വന്നിട്ടില്ല. കറക്റ്റായിട്ട് മുകളിൽ കയറി പോയി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മൾ വിചാരിക്കണ കേസ് ഇത്രയും പ്രതീക്ഷ നമുക്ക് വരിക, മുകളിലേക്ക് കയറാം എന്നുള്ള പ്രതീക്ഷ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നമുക്ക് മിനിമം പോയിന്റും കിട്ടിയിട്ടില്ല. 10 മിനിറ്റും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ സംഭവം എസ്എല്ലാണ് ഈ ഫസ്റ്റ് റോഡ്. അത് കഴിഞ്ഞിട്ട് ക്യാനിൽ അടിയെ പോയി. ഇത്ര അടിയെ പോയിട്ട് തിരിച്ച് കയറുമ്പോൾ നമുക്ക് ഈ റെഡ് ക്യാനിൽ വന്ന ശേഷം പിന്നെ എൻട്രി എടുക്കാം. പക്ഷേ ഈ എൻട്രി ആക്ടിവേറ്റ് ആകുന്നത് 2 വ്യത്യാസത്തിലാണ് ആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ ഇവിടുത്തെ മെത്തേഡിന് ഇവിടെ നിന്ന് നമുക്ക് ലിമിറ്റിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഡിസ്കൗണ്ടിൽ എടുക്കാം. ഇവിടെ അങ്ങനെ തന്നെയാണോ? ഒന്നെങ്കിൽ ലിമിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് എടുക്കാം. ഈ ലിമിറ്റും ഡിസ്കൗണ്ടും ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ റെഡ് ക്യാനിൽ വന്ന് ആക്ടിവേറ്റ് ആയി ക്യാനിൽ ഇത്തിരി അടിക്ക് ഇറങ്ങണം കാണുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇടേണ്ട എസ് ഇത്തിരി കൂടും. 10 പോയിന്റ് കറക്റ്റ് നിങ്ങൾ ലിമിറ്റിൽ നിന്ന് ഇടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കൊടുത്ത് 10 പോയിന്റ് ഇടാം. അതൊക്കെ ഇനി സ്വൈപ്പിങ് നടക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്തിരി എസ് എൽ കൂട്ടേണ്ടി വരും. അതായത് 10 എന്നുള്ളതിൽ 12 ആവേണ്ടതിനും 13 ആവേണ്ടി വരും. അതൊക്കെ അവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് കാണാൻ പറ്റും ലിമിറ്റിൽ നിന്ന് പിന്നെ ഇവിടുന്ന് പോയി. പക്ഷേ ഈ ലിമിറ്റിൽ എത്ര നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്തിരി റിസ്ക് ഉണ്ട്. അത് അത്ര 50-50 ചാൻസാണ്. ഇത് മുകളിലേക്ക് പോവുക അല്ലെങ്കിൽ അടിയിലേക്ക് പോവുക. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ എത്തുമ്പോൾ. അത് എത്ര ടൈമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ അങ്ങനെ കിട്ടിയ 50 പോയിന്റാണ്. മുകളിൽ വേറെ ലെവൽ കൊടുത്തിട്ടുണ്ട്, 226 കൊടുത്തിട്ടുണ്ട്. അത് റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. അടുത്തവർക്കുണ്ടെങ്കിൽ എസ് എല്ലാം ഉണ്ടാവും. തിരിച്ച് കയറുമ്പോൾ അവർക്ക് റീ എൻട്രി എടുക്കാൻ പറ്റില്ല. അത് എവിടെയാണ് വന്നേക്കണത്. ചാടി കയറിയിട്ടൊക്കെ വേണമെങ്കിൽ പ്രോഫിറ്റിക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റി ഫസ്റ്റ് ട്രേഡ് എസ് എല്ലാണ്, സെക്കൻഡ് ട്രേഡ് കോസ്റ്റ് ആണ്, മൂന്നാമത്തെ ട്രേഡാണ് 1:5 എന്നാണത്. അതായത് 150 പോയിന്റ്. ഫസ്റ്റ് ട്രേഡ് ഈസി ആയിട്ട് 2-3 കാര്യങ്ങളിൽ എസ് എൽ അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഹോൾഡ് ചെയ്താൽ മതി. 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എക്സ്ട്രാ അടിക്കാൻ പറ്റും ഈസി ആയിട്ട്. അപ്പോൾ അങ്ങനെ എക്സിറ്റ് അടിച്ച് പോവുക. ബാക്കി പിന്നിങ് കണ്ടീഷൻ ആക്ടിവേറ്റ് നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ലെവലിൽ ഞാൻ വേറെ ലെവൽ 2 ലെവൽ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെവലിലാണ് നമുക്ക് ആക്ടിവേഷൻ നടക്കുന്നത്. അതിൽ 1:5 ആണ്. 150 പോയിന്റ് പോയിട്ടുള്ള ട്രേഡാണ് കേട്ടോ. പിന്നെ പി സൈഡ് ഉണ്ടായിരുന്നു 101. അതിവിടെ റെഡ് ക്യാനിൽ ലോസ് ചെയ്ത് ഒരു ബൈയേഴ്സിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇവിടെ 105 4 രൂപ വ്യത്യാസമുണ്ട്. വേണമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട. ഇഗ്നോർ ചെയ്യണമെങ്കിൽ ഇഗ്നോർ ചെയ്യും. ഇനി മോളിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സെല്ല് പോകും. 111 എടുത്തു കഴിഞ്ഞാൽ സെല്ല് പോകും. അപ്പോൾ അത് എസ്സലായിട്ട് കൂട്ടേണ്ടി വരും. പിന്നെ ഉണ്ടായിരുന്ന 25-100 25-100 ഫസ്റ്റ് ട്രേഡ് ഒരു ഗോസ്റ്റ് ജോസ്, സെക്കൻഡ് ട്രേഡ് എസ് എല്ലാണ്, മൂന്നാമത്തെ ട്രേഡ് ഒരു 1:3 ഒക്കെ ഈസിയായിട്ട് പോയിട്ടുള്ള ഒരു ട്രേഡാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണണ്ടാവും ഇത് ഇത്തിരി അടിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ കുനുകുനാറും കുറേ ക്യാനലുണ്ടാക്കി വെച്ചിട്ട് കയറിപ്പോയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് ഇവിടെ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത് ക്യാനൽ അടിയിലേക്ക് പോയിട്ട് തിരിച്ച് കയറണം. അപ്പോഴാണ് നമുക്ക് ഈ എൻട്രി ഇത്തിരി പെർഫെക്റ്റ് ആവുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഇത് രണ്ടും ഗോസ്റ്റ് ജോസ്റ്റ് ഒക്കെ പോകേണ്ട ട്രേഡാണ്. ഇതൊക്കെ 1:1, ഇതൊരു ഗോസ്റ്റ് ജോസ്റ്റ്, അങ്ങനെയൊക്കെ പോകേണ്ട ട്രേഡാണ്. ബാങ്ക് നിഫ്റ്റിയിൽ 2 കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത്തെ ട്രേഡോടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ പിന്നെയും കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. അത് അടിയിലേക്ക് പോയി തിരിച്ച് കയറുന്നത് കണ്ടീഷൻ ആക്ടിവേറ്റ് ആയി. ലിമിറ്റിൽ വന്ന് ഒരു 1:1 തന്നെയാണ് ഇത്. അത് നോക്കി ചെയ്യാത്തുള്ളൂ കാര്യം. ചാടി കയറിയിട്ടൊന്നും പോകേണ്ട കാര്യമില്ല. ഈ കണ്ടീഷൻ കറക്റ്റായിട്ട് അവിടെ ആക്ടിവേറ്റ് ആകും. അപ്പോഴാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ട കാര്യമുള്ളൂ. പീസ് ഇടൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ടോട്ടൽ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമുക്കുണ്ടായിരുന്നത് ബിറ്റ് കോയിനിലായിരുന്നു. ബിറ്റ് കോയിനിൽ നമുക്ക്
ഒരു $120 ഒരു ട്രേഡ് $700 വരെ പോയിട്ടുണ്ടെന്ന്. അതായത് $600 പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. വൺ വേലാണ് ഈസി ആയിട്ട് കിട്ടുന്ന $600 നമുക്കത് ഈസി ആയിട്ട് നോക്കിയിരുന്നാൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ ഓപ്ഷൻസ് ആണ് ബിറ്റ് കോയിനിൽ കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന മാതിരി സ്പോട്ടിൽ അല്ല ട്രേഡ് ചെയ്യണത്. 1 ലക്ഷം എന്ന് പറഞ്ഞാൽ സ്പോട്ട് പ്രൈസ് ഉണ്ടെങ്കിൽ 1 ലക്ഷത്തിന് നമ്മളൊരു വര അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കണ്ടീഷൻ നോക്കലല്ല ചെയ്യണത്. നിങ്ങൾ ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ വരണം. കറക്റ്റായിട്ട് കേൾക്കുക, ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യ. അപ്പോൾ അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഞാനിവിടെ ഒരു ഗ്രൂപ്പ് റൺ ചെയ്യുന്നുണ്ട്. എൻ്റെ റെഫർ ലിങ്ക് വഴിയിട്ട് തന്നെ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഫ്രീ ഗ്രൂപ്പാണ്, അതിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്രേഡ് കിട്ടും. 24 മണിക്കൂറും ട്രേഡ് ഒന്നല്ല, നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ഞാൻ രാവിലെ ഒരെണ്ണിടും, പിന്നെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ഇടും കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ക്രൂഡ് ഓയിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ കാര്യമൊന്നും പറയാനില്ല, ക്രൂഡ് ഓയിലിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാന്ന്. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം മറക്കണ്ട. നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും, എൻ്റെ ഒപ്പം എടുത്താലും വേറെ ആരുടെ ഒപ്പം എടുത്താലും 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ആ ട്രേഡ് ഭയങ്കര വിഷയമാവാൻ സാധ്യതയുണ്ട്. അതിലൊരു ഡിസ്ക്ലൈമർ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ 10 പോയിൻ്റ് എസ്സിലാണ്. നിങ്ങളൊരു 30 പോയിന്റ് 40 പോയിന്റ് എസ്സിൽ വരുന്ന ആൾക്കാരുടെ പോയി കഴിഞ്ഞാൽ, നിഫ്റ്റിയുടെ കാര്യമാണ് പറഞ്ഞിട്ടോ, 30 പോയിന്റ് 40 പോയിന്റ് എസ്സിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മിനിറ്റ് അല്ല വേണമെങ്കിൽ 1 മണിക്കൂർ ഹോൾഡ് ചെയ്യുക. നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ എസ്സിലിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ഹോൾഡിങ് ടൈം വ്യത്യാസം വരും. അത് അവർക്കറിയില്ലായിരിക്കും, പക്ഷെ ഞാൻ പറയണതാണ്. ഒരു 40 പോയിന്റ് എസ്സിൽ വരുന്ന ആൾക്കാർക്ക് എങ്ങനെ പോയാലും അത് അത്ര പടം അടിക്കില്ല. ഒരു മണിക്കൂറൊക്കെ ഈസി ആയിട്ട് അവിടെ ഹോൾഡായി നിന്നോളും. പക്ഷെ നമ്മളൊന്ന് 10 പോയിന്റാണ്, അത് ജസ്റ്റ് ഒന്ന് വന്നു പോയ വരെ 10 പോയിന്റ് പോവും. അപ്പോൾ അതുകൊണ്ടാണ് 10 മിനിറ്റ് ഹോൾഡിങ് ടൈം ഞാട്ടാണത്. അല്ലാതെ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്കും അതൊക്കെ ബിൽഡ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുക, കാര്യങ്ങൾ വിളിച്ച് ഒന്ന് റിസർച്ച് ചെയ്യുക, കാൻഡിൽസിന് മുമ്പിൽ ഇരിക്കാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തന്നെ വിചാരിക്കണം കേട്ടോ നിങ്ങൾക്കൊരു പ്രോഫിറ്റ് വരണമെങ്കിൽ. ഞാൻ എത്ര തലകുത്തി നിന്നിട്ടൊന്നും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരില്ല. സീരിയസ്ലി പറയാലോ, നിങ്ങളുടെ കാശാണ്, നിങ്ങളുടെ ടൈമാണ്. നിങ്ങളൊരു സ്ഥലത്ത് കാശുണ്ടെങ്കിൽ, ഇപ്പം ഇതെന്നല്ല, നിങ്ങളുടെ സ്ഥല കച്ചവടത്തിൽ കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊരു സാധനം വീട്ടിലേക്ക് മേടിക്കുന്നുണ്ട്, ഇപ്പോൾ ഒരു TV മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫോൺ മേടിക്കുന്നുണ്ട്, നിങ്ങളാണ് കാശ് ചിലവാക്കണത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ഞാൻ ഇത്ര യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് എനിക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ടൈം ഞാൻ സ്പെൻഡ് ചെയ്യണം. എന്നാലും അതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരാൾ അവിടെ നിന്ന് പറഞ്ഞു, നീ ഈ TV മേടിച്ചോ, അല്ലെങ്കിൽ ആ സ്ഥലം പോയി മേടിച്ചോ. അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്യാഷ് പോവും. റോങ് പൊസിഷൻസ് ഒക്കെ ആണെങ്കിൽ, റോങ് സ്ഥലങ്ങളാണ്, റോങ് TV ആണെന്നുണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കാശ് പോവും. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കണം. ഇപ്പം എന്നെ കൊണ്ടൊന്നല്ല, ആരെ കൊണ്ടും ഒരാളിനെയും പഠിപ്പിച്ചൊന്നും തരാൻ പറ്റില്ല ട്രേഡിംഗ് ഒന്നും. അതിലേക്കൊരു വഴി മാത്രമേ ഇടാനേ പറ്റുള്ളൂ. ഒരു സ്ഥിര വരുമാനം എന്നുള്ള രീതിക്ക് ഇതിലേക്ക് വരാൻ പറ്റുമോ ചോദിക്കാം. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റും. സ്ഥിര വരുമാനം എന്നുള്ള സെറ്റപ്പ് ഇതിലില്ല. അങ്ങനെ 100% അഷ്യൂർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കിട്ടണ ആ വരുമാനം, ഇപ്പോൾ നിങ്ങൾക്കൊരു 15,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് പോട്ടെ, ഒരു 50,000 രൂപയ്ക്ക് ഒരു മാസം ഒരാൾക്ക് കിട്ടുന്നുണ്ടാവുക സാലറിന്നേക്ക്, നിങ്ങൾക്ക് അതൊരു ദിവസം കൊണ്ട് കിട്ടും. പക്ഷെ അതെന്നും കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ലോസുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. പക്ഷെ ലോസിൻ്റെ മുകളിൽ അതിനും മാത്രം പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കാര്യമല്ല പറയണത്, ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച കാണാം. അപ്പോൾ ഓക്കെ ബൈ.